السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين أما بعد. ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ പിതൃദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് പിതാവിനെ കുറിച്ച് നമുക്ക് അല്പം സംസാരിക്കാം. ആരാണ് പിതാവ്? തൻ്റെ മക്കൾക്ക്, കുഞ്ഞു മക്കൾക്ക് പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർമാനാണ്. സൂപ്പർമാൻ, അതായത് കുഞ്ഞു മക്കൾ വിചാരിക്കുന്നത് തൻ്റെ പിതാവിന് കഴിയാത്ത ഒരു വിഷയവുമില്ല എന്നാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞ പോലെ തൻ്റെ പിതാവിന് കഴിയാത്ത ഒരു വിഷയവുമില്ല എന്നാണ് കുഞ്ഞു മക്കൾ പിതാവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകാശത്തിൽ പറക്കുന്ന വിമാനത്തെയും അങ്ങ് ദൂരെ സ്ഥിതി ചെയ്യുന്ന സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പിടിച്ചു തരാൻ പിതാവിനോട് അവർ ആവശ്യപ്പെടും. കാരണം അതിന് പിതാവിന് കഴിയും എന്നാണ് അവരുടെ ധാരണ. മാഷാ അല്ലാഹ്. അപ്പോൾ സന്താനങ്ങളുടെ അടുക്കൽ പിതാവിൻ്റെ സ്ഥാനം അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ മക്കൾ വളർന്നു വലുതാകുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചിന്ത നഷ്ടപ്പെടുകയും പിതാവിനെ ഒരു വിലയുമില്ലാതെ കാണുന്നതുമായ ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ എത്തിപ്പെടാറുണ്ട്. അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ പിതാവ് എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്നോട് ചോദിക്കാതെ എടുക്കാറുണ്ട്. അങ്ങൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതാവിനെ കൂട്ടി വരാൻ മകനോട് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ പിരിഞ്ഞു പോവുകയാണ്. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, പ്രവാചകരെ, പിതാവ് വന്നാലേ ആദ്യം അങ്ങ് അയാളുടെ മനസ്സിൽ തോന്നിയ വികാരങ്ങളാണ് ചോദിക്കേണ്ടത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരനും അയാളുടെ വൃദ്ധനായ പിതാവും വന്നു. പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ തന്നെ പിതാവിനോട് ചോദിച്ചു. അപ്പോൾ പിതാവ് ഒരു കവിതയിലൂടെയാണ് വിഷയം അവതരിപ്പിച്ചത്. ആ കവിതയുടെ അർത്ഥം ഇങ്ങനെയായിരുന്നു: മകനെ, ചെറുപ്പത്തിൽ നിനക്ക് ഭക്ഷണം തന്നത് ഞാനാണ്, എൻ്റെ സമ്പാദ്യമാണ് നിന്നെ വളർത്തിയത്, ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ് നീ ഉണ്ണുകയും കുടിക്കുകയും ചെയ്തിട്ടുള്ളത്. നിനക്ക് വല്ല രോഗം വന്നാൽ ഉറങ്ങാതെ ഞാൻ അസ്വസ്ഥരാകുമായിരുന്നു. ഈ കവിത കേട്ടപ്പോൾ ഹബീബായ നബി തങ്ങളുടെ കണ്ണുകൾ നനയാൻ തുടങ്ങി. പിതാവ് വീണ്ടും പറയുകയാണ്, അങ്ങനെ നിന്റെ സംരക്ഷണം ആഗ്രഹിക്കേണ്ട പ്രായത്തിൽ ഞാൻ എത്തിയപ്പോൾ പരുഷമായ പെരുമാറ്റമാണല്ലോ നീ എനിക്ക് പകരം നൽകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഞാൻ നിനക്കല്ല, നീ എനിക്കാണ് വേണ്ടതെല്ലാം മുമ്പ് ചെയ്തു തന്നത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. വൃദ്ധനായ പിതാവ് തൻ്റെ മകനെ കുറിച്ച് പറഞ്ഞ അവസാന ഭാഗം കേട്ടപ്പോൾ ഹബീബായ നബി തങ്ങൾക്ക് കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നാണ്. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ഈ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ സമ്പാദ്യം മാത്രമല്ല, നീ തന്നെ നിന്റെ പിതാവിന് അവകാശപ്പെട്ടതാണ്. ഏതായാലും രണ്ടുപേരും പിരിഞ്ഞു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളോടായി പറയുകയാണ്, ആ വൃദ്ധൻ തൻ്റെ അനുഭവം വർണ്ണിച്ചപ്പോൾ ഞാൻ കരഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ മാത്രമല്ല, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മരങ്ങൾ, കല്ലുകൾ, മണൽത്തരികൾ എല്ലാം ആ പിതാവിൻ്റെ വാക്ക് കേട്ട് കൂടെ കരയുന്നുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്.
സ്വന്തം മക്കളെ കുന്നോളം വളർത്തി വലുതാക്കാൻ വേണ്ടി കൈ തഴമ്പ് പറ്റി, തൊലി ചുളുങ്ങി, മുടി നരച്ച് അങ്ങനെ കഷ്ടപ്പെട്ട പാവം മെഴുകുതിരികളായ പിതാക്കന്മാർക്ക് നമുക്ക് ഈ സംഭവം സമർപ്പിക്കാം. അതോടുകൂടെ കരുണയാകുന്ന ചിറകിനെ മാതാപിതാക്കൾക്ക് താഴ്ത്തി കൊടുക്കുകയും അവർക്ക് വേണ്ടി കരുണ ചെയ്യാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളാവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.